ഇക്കാര്യത്തിൽ അങ്ങ് വാശി പിടിക്കരുത്. GG കെമിക്കൽസിൽ അങ്ങ് വിചാരിക്കുന്ന പോലൊക്കെ നടക്കും. പക്ഷെ അതുപോലല്ല കോർട്ട്. കോർട്ടല്ല, കോടതി. സോറി, കോടതി. സോറിക്കും മലയാളമുണ്ട്. ഉവ്വ്, ഖേദിക്കുന്നു. അങ്ങ് പറയുന്നത് പോലെ ഈ കോടതി ഭാഷ മലയാളീകരിക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാധാരണക്കാരന് വേണ്ടിയുണ്ടതല്ലേ നീതിയും നിയമവും ഒക്കെ? അങ്ങനെയാണെങ്കിൽ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ വേണ്ടേ കോടതി നടപടികൾ? ഇംഗ്ലീഷ് വാദിച്ചിട്ട് തന്നെ സാധാരണക്കാരന് നീതി കിട്ടില്ല, പിന്നെ ആ മലയാളത്തിൽ. കുഞ്ചരി എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇംഗ്ലീഷ് മോശം ഭാഷയാണെന്ന് പറഞ്ഞതാ. എന്നാര് പറഞ്ഞു? വിശ്വഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. പക്ഷേ നാം ഉപയോഗിക്കുന്നത് മാതൃഭാഷ തന്നെയായിരിക്കണം. വയസ്സുകാലത്തിന് കുട്ടിപ്പള്ളി കൊടുത്ത് പോകാത്ത കുഴപ്പമേ ഉള്ളൂ. അല്ല, ആ ജർമ്മനിക്കാരൻ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഒരു നിഘണ്ടു ഇന്ന് എന്നെ വാങ്ങണമെന്ന് പറഞ്ഞതായിരുന്നു. കള്ള കഴിവറി, നീ ആള് കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞതെന്ത്, നീ ചെയ്തതെന്ത്? ഇവനാ മാർത്താണ്ഡന്റെ മോൻ തന്നെ. എന്താ സംശയമുണ്ടോ? മാർത്താണ്ഡന്റെ മകൻ തന്നെ. ഇന്ന് ഞാൻ വിചാരിച്ചാൽ അങ്കിളിന്റെ ജോലി തെറിച്ചെന്നിരിക്കും. ഇത് ശ്രീമാൻ ഗിരിപ്രസാദ്, ഗീതാഞ്ജലിയുടെ ചിത്രകലാധ്യാപകൻ. ഇതിന്റെ നിയമോപദേഷ്ടാവ് ശ്രീമാൻ കുഞ്ചറിയ. ഓ, വെരി നൈസ് ടു ഹാവ് മെറ്റ് യു. കുളിക്കണ്ട. ഇന്നത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞോ? അഭ്യാസോ? ഇതെന്താ സർക്കസ് ആണോ പഠിപ്പിക്കുന്നത്? വെരി കറക്റ്റ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുതരം അഭ്യാസമാണ് അല്ലേ? അതെ അതെ. എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാ ഓരോരുത്തര് ജീവിക്കുന്നേ. ആൾമാറാട്ടം, IPC, ഭാരതീയ ശിക്ഷാ നിയമം 416, 417, 6 മാസം കഠിന തടവ്, 10,000 രൂപ പിഴ. മനസ്സിലായി. ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ട വാർത്തയെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്ത് വാർത്ത? അതായത് സാർ, പണ്ട് കഥാപ്രസംഗം നടത്തി നെറ്റിയിൽ ഏറെ കിട്ടിയിട്ടുള്ള ഒരു കേസില്ല വക്കീല് തന്റെ മേധാവിയെ കബളിപ്പിച്ച് കാലാകാലങ്ങളിൽ ഭീമമായ ഫീസ് വാങ്ങിച്ചെടുത്ത് ഈ മേധാവി അറിയാതെ മദ്യപിച്ച് മതോന്മത്തനായി മെയിൻ റോഡിൽ കൂടെ ഡങ്കണൊക്കെ അവനെ വെടിവെച്ചു കൊല്ലണം. അഹിംസ എന്നൊക്കെ പറഞ്ഞിട്ട് വെടി. അഹിംസയൊക്കെ ശരി, വഞ്ചന കാണിക്കുന്നവനെ എങ്ങനെ വേണേലും കൈകാര്യം ചെയ്യാം. എനിക്ക് എക്സിബിഷന് 2-3 പെയിന്റിംഗ് റെഡിയാക്കാണ്ട് വരട്ടെ സാർ? കുട്ടാ, കഴിവതും മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കൂ. ഐ വിൽ ട്രൈ മൈ മാക്സിമം. ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചറിയ? He will be a belt bomb for you. ജിഗി ജിഗി ജാന ജിഗി ജാന ജിഗി ജിഗി ജാന ജിഗി ജാന ജിഗി ജിഗി ജാന ജിഗി ജാന ജിഗി ജാന. ചിത്രത്തിന്റെ ചുവട്ടിലെ പേര് ശ്രദ്ധിച്ചില്ലേ? അയ്യോ, വായിക്കാൻ പറ്റുന്നില്ല. അത് വലിയ വലിയ ചിത്രകാരന്മാരൊന്നും അവരുടെ പേരെങ്ങനെ മുഴുവനും വ്യക്തമായി എഴുതാറില്ല. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. ആരുടെ പെയിന്റിംഗ് ആണെന്ന് പറഞ്ഞേ? ഇത് ഞാൻ വരച്ചാണ്. ഐ ഡ്രൂ ഇറ്റ്. വലിയ വലിയ ചിത്രകാരന്മാരെന്നൊക്കെ പറഞ്ഞപ്പോ സാറിന്റെ പേരെന്റെ മനസ്സിൽ പോയതേ ഇല്ല. അതല്ലെങ്കിലും ഇങ്ങനെയാ, നമ്മള് ഈ കല്യാണത്തിനൊക്കെ എപ്പോഴും ക്ഷണിക്കാൻ വിട്ടുപോകുന്നത് ഏറ്റവും അടുത്ത ആൾക്കാരെ. ഈ സാറിനോട് സംസാരിച്ചോണ്ടിരുന്ന സമയം പോകുന്നേ അറിയില്ല. അതെ, ഈ സാറെന്നുള്ള വിളി എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെന്താ വേണ്ടേ? ഗുരു, ഗുരുജി, മാഷ് എല്ലാം സാമാന്യം പോറാ. എന്നെ പ്രസാദ് എന്ന് വിളിച്ചൂടെ? പിന്നെ തീരെ നിർബന്ധമാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സാറെന്നും അല്ലാത്തപ്പോൾ പ്രസാദ് എന്നും വിളിക്കാം. ഇതുവരെ കാര്യമായിട്ട് ക്ലാസ് ഒന്നും എടുത്തില്ല. സോറി, എന്റെ ഈ ചിത്രം നോക്കി വരച്ച് പഠിച്ചോളൂ. അല്ല സാർ, അത് അത്ര എളുപ്പമല്ല അല്ലേ? ഞാൻ ഊഹിച്ചു. ഒരു കാര്യം ചെയ്യും, ഇതേപോലത്തെ ട്രേസിംഗ് പേപ്പർ വാങ്ങി ഒരു 10-100 പ്രാവശ്യം പകർത്തിയെടുക്കും. അതാണ് ഹോംവർക്ക്. താനേ പഠിച്ചോളൂ. വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ പഠിച്ചു തുടങ്ങിയതേ ട്രേസിംഗ് പേപ്പറില്ല. ഞാനും. ഹരിയും വീട്ടുകാരും ഗാന്ധി ഭക്തരാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു യഥാർത്ഥ ഗാന്ധിയൻ തന്റെ വീട് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്ന് മഹാത്മജിയെ വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കട്ടെ. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അതും ഖാദിക്ക് 35% കിഴിവുള്ളതുകൊണ്ട്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഈ വീട് മറ്റൊരു സബർമതി ആശ്രമമായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും കിടപ്പാണ്? കിടപ്പിലല്ല, എന്നാലും സാധാരണ നിലയിലായിട്ടില്ല. പിന്നെ അങ്ങേ കാണുമ്പോ പരിഭ്രമം കൊണ്ട് അതും ഇതുമൊക്കെ വിളിച്ചു പറയുമോ എന്നൊരു ഭയം എനിക്കില്ലാതില്ല. അച്ഛൻ മരിച്ച പിന്നെ മറ്റൊരു പുരുഷന്റെ മുഖത്ത് അമ്മ നോക്കിയിട്ടില്ല.
ഇന്ന് അങ്ങയുടെ മുഖത്തായിരിക്കും ആദ്യമായിട്ട് നോക്കുന്നത്. ഗിരിപ്രസാദിനെ കണ്ടില്ലല്ലോ. ആശയപരമായ അന്തരം കാരണം ഞങ്ങൾ ഒരുമിച്ച് ഈ വീട്ടിൽ കാണാൻ പറ്റില്ല. പരസ്പരം കണ്ടാൽ ഉടൻ അടിയും വഴക്കുമാണ്. അതുകൊണ്ട് അവനുള്ളപ്പോ ഞാനും, ഞാനുള്ളപ്പോ അവനും ഈ വീട്ടിൽ നിൽക്കാറില്ല. വളരെ നല്ലത്. അഹിംസയിൽ ഇങ്ങനെ തന്നെ അടിയുറച്ചു നിൽക്കണം. നമസ്തേ. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ വീട് ഭാഗ്യം ചെയ്ത വീടായി. സത്യത്തിൽ ഞാനാണ് ഭാഗ്യവാൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ രാജ്യസ്നേഹിയുടെ പത്നിയെ നേരിൽ കാണാനും പരിചയപ്പെടാനും എനിക്ക് കഴിഞ്ഞല്ലോ. അതിന് എന്റെ ഭർത്താവ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അമ്മേ, ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം സംസാരിക്കരുതെന്ന്. ഡോക്ടറല്ല, ഭിഷഗ്വരൻ. അതെ, ഭിഷഗ്വരൻ. എന്താ എന്താ പറഞ്ഞത്? ഭർത്താവ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നോ? അത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോ അച്ഛൻ അമ്മയുടെ ഭർത്താവ് ആയിട്ടില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഉദ്ദേശിച്ചത്, അല്ലേ അമ്മേ? അത് തന്നെയാ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം പോലും ഇവന് നല്ല ഓർമ്മയാ. ഇരിക്കല്ല. ഇത് വിവാഹത്തിന് മുമ്പുള്ള കഥകൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മയാണെന്നാ അമ്മ പറഞ്ഞത്, ഇല്ലേ അമ്മേ? അതെ അതെ അതെ. ശുദ്ധമായ ആട്ടിൻ പാല്. നന്നായി. എന്റെ അഭിരുചികളൊക്കെ എങ്ങനെ അറിഞ്ഞു? എഡ്യൂക്കേറ്റ് അങ്കിള്. ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ സംസാരിക്കാവൂന്ന്. അത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവനെ കളിയാക്കി വിളിക്കുന്ന പേരാ. അവന്റെ മുഖം കണ്ടാൽ വക്കീലിനെ പോലെ ഇരിക്കും. അതുകൊണ്ട് വക്കീലമ്മാവ വക്കീലമ്മാവ എന്ന് എപ്പോഴും കളിയാക്കി വിളിക്കും. ഓ, ഞാൻ ഇറങ്ങട്ടെ. ഓ, സൗകര്യം പോലെ ഇനിയും വരാം. വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ കണ്ടെന്ന് വരില്ല. അതെന്താ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലേ. നാളെ കാണുന്നവൻ ഇന്ന് കാണുന്നില്ല, ഇന്ന് കാണുന്നവന് നാളെ കാണുന്നില്ല. ഓരോ മരണത്തെ കുറിച്ച് ഭീതിയില്ലാതിരിക്കുന്നത് ഒരു നല്ല ഗുണമാണ്. അതെ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇത് കൊള്ളൂലേ? ഇത് കൊള്ളാമല്ലോ, എടുത്തോ. ഇതെന്തിനാ? കോൺഗ്രസ് മീറ്റിങ്ങിനൊന്നും അല്ലല്ലോ, എന്റെ പിറന്നാളിനല്ലേ. ഇത്തിരി കടും നിറമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്ര ഉച്ചത്തിൽ സംസാരിക്കണമെന്നില്ല, എനിക്ക് ചെവി കേൾക്കാം. ഓ, ആ ബ്ലൂ. അപ്പോ അയ്യോ, കുറച്ച് പതിപ്പുകളും വിരിപ്പുകളും വാങ്ങിക്കണം എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. വേണ്ടതൊക്കെ വാങ്ങിയിട്ട് മോള് വീട്ടിലേക്ക് വെക്കുള്ളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. എന്റെ ധാരണ ശരിയാണെങ്കിൽ ചിലപ്പോ നിയമപാലക നിലയം വരെ പോയിട്ട് അയ്യോ, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യമുണ്ട്. നമസ്തേ ജി. അമ്മയെ വിളിക്കേ. അമ്മയില്ല അല്ലേ? ഇല്ല. കൈയോടെ പിടിച്ചു. ലാൽ ബഹദൂർ, ആ തോക്കെടുക്ക്. എന്തിനാ മേധാവി തോക്ക്? കാക്കയെ ഓടിക്കാൻ. കൊന്നോളെ ഞാൻ. അമ്മ അമ്പലത്തിൽ പോയാലും ഞാനെന്ത് പഴിച്ചു? അമ്പലത്തിലോ? അതെ. ഓഹോ, എന്നാൽ അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അല്ല, അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട്? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം അകത്തോട്ട് കയറിയിരിക്കുക.
അകത്തോട്ടിരിക്കാം. ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ ആട്ടിൻപാൽ എടുത്തോണ്ട് വരാം. ഒരു പിടിയും കിട്ടും. എന്റെ കമ്പനിയിലെ MD-യാ. പുള്ളിക്കാരന്റെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചു. അതോടെ പുള്ളിയുടെ സമനില തെറ്റി. എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് പോകും. 1 മണിക്കൂർ കഴിയുമ്പോ ശരിയാവും. പക്ഷേ 3-4 പേരെ ഒരുമിച്ച് കാണുമ്പോ പുള്ളി അക്രമാസക്തനാകുമെന്നൊരു പേടി എനിക്കുണ്ട്. എന്നാ ഞങ്ങൾ പോയിക്കാം. അതാ നല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. ആ. ഒക്കെ വിധിന്ന് കരുതിയാ മതി. എന്താ? ഏതെങ്കിലും ഒരു വൈദ്യനെ കാണിക്കാൻ. അല്ലാതെ മൂത്ത ലക്ഷണോ? അവർക്ക് ആള് മാറിപ്പോയതാ. എനിക്ക് രോഗിയായ ഒരു അമ്മാവനുണ്ട്. കണ്ടാൽ അങ്ങേ പോലെ ഇരിക്കും. ഊർമിളെ പെണ്ണ് കാണാൻ വന്നവരാ. അവർ വന്ന സമയം നോക്കി തന്നെ അമ്മ അമ്പലത്തിൽ പോയല്ലേ? അത് പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് കുട്ടിയുടെ അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ കല്യാണം നടക്കുമെന്ന ഈ നാട്ടിലുള്ള ഒരു വിശ്വാസം. നട്ടാൽ കേൾക്കുന്ന ഇമ്മാതിരി നുണ പറയാൻ നിങ്ങളെ ആരാ പഠിപ്പിച്ചേ? സത്യം അറിയുമ്പോ അങ്ങ് ഞെട്ടും. ഞാൻ ഇപ്പോഴും ഞെട്ടിയിരിക്കുക. അമ്മ വന്നിട്ട് ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാ പോരെ? പോരാ. വളരെ ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് അമ്മ പോയിരിക്കുന്നത്. തിരിച്ചു വരാൻ ഒരുപാട് സമയം. മോനെ ഹരി, ആരാ അവിടെ? ആരാ അത്? അയ്യോ, അങ്ങോ! എന്ത് അത്ഭുതം! ഇത് എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മയെ കാണാൻ വന്നതാ. ഓ, ദൂരെ ഏതോ അമ്പലത്തിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഭഗവാനെ കാണാൻ എപ്പോഴും അമ്പലത്തിൽ പോണ്ട കാര്യമില്ല. അവനവന്റെ മനസ്സിലാ ദൈവം അല്ലേ? അതെ. ഓ, അമ്മ അപ്പോ പൂജാമുറിയിൽ ധ്യാനത്തിലായിരുന്നല്ലേ? ഇടയ്ക്ക് മണിയടി ശബ്ദം കേട്ട കാര്യം ഞാനങ്ങ് മറന്നേ പോയി. ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. പെറ്റ തള്ള പൊരയ്ക്കാത്തുണ്ടോ ഇല്ലയോന്ന് തിട്ടമില്ലാത്തൊരു മകൻ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കുറെ നേരത്തേക്ക് ഞാനൊരു ഗോഡ്സയായി മാറി. ജൗളിക്കടയിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ കണ്ട് ഹരിയുടെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ അത് ഈ അമ്മയുടെ അനുജത്തിയായിരിക്കും. എന്റെ കുഞ്ഞമ്മ, പേര് സുഭദ്ര കുഞ്ഞമ്മ. ഇവരെ ഇരട്ട പറ്റതാ. അപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും ഇരട്ടകളാണോ? എല്ലാവരും ഇല്ല, പിന്നെ അയ്യോ, അവൾ എന്നെ പോലെയല്ല, വലിയ പരിഷ്കാരിയാ. അമ്മയുടെ സ്വഭാവം എനിക്ക്, കുഞ്ഞമ്മയുടെ സ്വഭാവം ഗിരിക്ക്. അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഇറങ്ങുകയാണ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ആന്റി, ദൈവം ഇവിടെ എത്തിച്ചത്. കൃത്യസമയത്ത് ഓട്ടോറിക്ഷ കിട്ടിയതും പിന്നാമ്പുറത്തെ കഥ തുറന്നു കിടന്നതും നിന്റെ ഭാഗ്യം. ആ ഹരി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 15-ാം തീയതി ഗീതാഞ്ജലിയുടെ ജന്മദിനമാണ്. നിങ്ങളെല്ലാരും വരണം. അമ്മയും കുഞ്ഞമ്മയും ഹരിയും ഗിരിയും ഊർമിളയും എല്ലാരും. ഇരട്ട സഹോദരന്മാരെയും ഇരട്ട സഹോദരികളെയും ഗീതാഞ്ജലിയും ഗോമതിയും കൺകുളിരെ കാണട്ടെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വെളുക്കാൻ തേച്ചത് പാണ്ടായി. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞേ താൻ കുഴിച്ച കുഴിയിൽ താൻ വീണേ.